ശബരിമലയിൽ തങ്ക സൂര്യോദയം, ഈ സംക്രമ പുലരിയിൽ അഭിഷേകം. ഭക്തകോടി തേടിയെത്തും സന്നിധാനത്തിൽ ഈ നെയ്യഭിഷേകമൊരു പുണ്യദർശനം. ഈരേഴുലകിനും അധിപതിയാമെന്നയ്യപ്പ, എന്നിൽ കാരുണ്യാമൃത തീർത്ഥം ചൊരിയണമയ്യപ്പ. അയ്യപ്പ ശരണമയ്യപ്പ, അയ്യപ്പ ശരണമയ്യപ്പ, അയ്യപ്പ ശരണമയ്യപ്പ. സ്വാമിയേ ശരണമയ്യപ്പ. ഇന്ന് മകരമാസം 1-ാം തീയതി. ഇന്ന് മകരവിളക്ക്, മകരപ്പൊങ്കൽ. ഇന്ന് 2 വിശേഷങ്ങളാണ് നമുക്കുള്ളത് അല്ലേ. അപ്പോൾ എല്ലാവർക്കും മകരവിളക്കിൻ്റെയും പൊങ്കലിൻ്റെയും ആശംസകൾ. ഇന്ന് പൊങ്കലായിട്ട് ഞാനൊരു സ്വീറ്റ് പൊങ്കലാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ ഏത് വിശേഷം വന്നാലും ആ വിശേഷത്തിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലേ. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചിരുന്നു സ്വീറ്റ് പൊങ്കലാക്കാമെന്ന്. പൊങ്കലല്ലേ, പൊങ്കലിൻ്റെ റെസിപ്പി തന്നെ ആക്കാമെന്ന് വിചാരിച്ചു. സ്വീറ്റ് പൊങ്കൽ. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 250 ഗ്രാം, 1 കപ്പ് ഉണക്കലരി എടുത്തിട്ടുണ്ട് കേട്ടോ. കടയിൽ നിന്ന് വാങ്ങിയതാണ് ഉണക്കലരി. 250 ഗ്രാം. അതിൻ്റെ പകുതി ചെറുപയറിൻ്റെ പരിപ്പും എടുത്തിട്ടുണ്ട്. അതും കടയിൽ നിന്ന് തന്നെ വാങ്ങിയതാണ്. ഈ ചെറുപയറിൻ്റെ പരിപ്പ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. ഒരു പാൻ അടുപ്പത്ത് ഒന്ന് ചൂടായപ്പോൾ ജസ്റ്റ് ഒന്ന് വറുത്തെടുത്തു. ഒന്ന് ചൂടാക്കി എടുത്തു. അല്ലാണ്ട് ഒരുവിധം വല്ലാണ്ട് മൊരിയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി. ഒന്ന് ചൂടാക്കി എടുക്കാം. ചൂടായി കഴിഞ്ഞപ്പോൾ ഞാനത് ഓഫ് ചെയ്തു കേട്ടോ. ചൂടാറിയപ്പോൾ ഞാനതൊരു പാത്രത്തിലേക്ക് പകർത്തി വെച്ചു. അതിനുശേഷം അരി ഞാൻ നല്ലപോലെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ കഴുകി വെച്ച അരിയിലേക്ക് നമ്മൾ വറുത്ത് ചൂടാറിയ ചെറുപയറിൻ്റെ പരിപ്പും കൂടിയും ഇട്ട് കൊടുത്തു. എല്ലാം നല്ലപോലെ വീണ്ടും ഒന്ന് കഴുകിട്ടോ. കഴുകിയതിന് ശേഷം അതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു. അരിയും ചെറുപയറിൻ്റെ പരിപ്പും നല്ലപോലെ കഴുകി അത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു. അതിലേക്ക് ഒന്നര കപ്പാണ് ഞാൻ എടുത്തിരുന്നത്, പരിപ്പും അരിയും കൂടി 1.5 കപ്പ്. അതുകൊണ്ട് ഞാൻ 4.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. 4.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്ത് കുക്കറിൻ്റെ അടപ്പിട്ട് വേവിക്കാൻ വെച്ചു. അപ്പോൾ അത് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് ശർക്കര ഉരുക്കിയെടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1/2 കിലോ ശർക്കര ചെറിയ കഷ്ണങ്ങളാക്കി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു. അതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് ഉരുക്കിയെടുക്കുകയാണ് കേട്ടോ. നല്ലപോലെ ഇളക്കി അടി പിടിക്കാണ്ട് ഉരുക്കിയെടുക്കുകയാണ്. ശർക്കര നല്ലപോലെ ഉരുകാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ ഉരുകിയപ്പോൾ ഞാനതൊരു പാത്രത്തിലേക്ക് അരിച്ചൊഴിച്ച് വെച്ചു. അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 ടീസ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുത്തു. ആ നെയ്യ് ചൂടായപ്പോൾ അതിലേക്ക് കുറച്ച് കാഷ്നട്ടും കുറച്ച് ബദാമും കൂടി കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. കാഷ്യും ബദാമും ഫ്രൈ ആയപ്പോൾ അതിലേക്ക് കുറച്ച് കിസ്മിസും കൂടി ചേർത്ത് കൊടുത്തു. അതും നല്ലപോലെ ഒന്ന് ഇളക്കി ഫ്രൈ ആക്കി. എല്ലാം നല്ലപോലെ ഫ്രൈ ആയി വന്നപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിരുന്ന അരി എന്തായി നോക്കാം കേട്ടോ. കുക്കർ തുറന്ന് നമുക്ക് നോക്കാം. കുക്കർ തുറന്ന് നോക്കി ഇപ്പം നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ. പാകത്തിന് വെന്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാനൊരു ഉരുളിയിലേക്കാണ് പകർത്തിയത് കേട്ടോ. ആ കുക്കറിൽ തന്നെ നമുക്കത് പാകമാക്കി എടുക്കാൻ ബുദ്ധിമുട്ടാണെന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ട് ഞാനത് ഒരു ഉരുളിയിലേക്ക് പകർത്തി. അതിനുശേഷം അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുത്തു. നെയ്യ് ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കേട്ടോ. നെയ്യ് എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടിയിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു. അതിനുശേഷം അതിലേക്ക് 1 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ തേങ്ങാപ്പാലിന് പകരം പശുവും പാലോ പാക്കറ്റ് പാലോ
ഏത് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ തേങ്ങ ഉണ്ടായിരുന്നു, പച്ചത്തേങ്ങ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തത്. ഇല്ലെങ്കിൽ തേങ്ങാപ്പാലോ അല്ലെങ്കിൽ പാലൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നിർബന്ധമൊന്നുമില്ല പാലൊഴിക്കണമെന്ന്. ഞാനിപ്പോൾ ഇവിടെ പച്ചത്തേങ്ങ ഉണ്ടായതുകൊണ്ട് ഞാൻ കുറച്ച് പാലെടുത്ത് ഒഴിച്ചു എന്നുള്ളൂ. കുറച്ച് ടേസ്റ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പാല് ഒഴിച്ചത്. നിർബന്ധമില്ല, ഒരു പാല് ഒഴിച്ചോളൂ നിർബന്ധമൊന്നുമില്ല. വെറുതെ നമുക്ക് ശർക്കര ഉരുക്കി ഒഴിച്ചാലും മതി. ശർക്കരയും നെയ്യും മാത്രം മതി. അപ്പോൾ ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്ത് നല്ലപോലെ ഒന്ന് തേങ്ങാപ്പാലൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അരിയും തേങ്ങാപ്പാലും എല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി വേവിച്ചെടുക്കണം. അപ്പം ഞാനും ശബരിമലയിൽ പോയിരുന്നു കേട്ടോ. 13 വർഷം മുമ്പ് 2010 എനിക്കും അങ്ങനൊരു ഭാഗ്യം കിട്ടി. ആ സമയത്ത് എനിക്കൊന്ന് ശബരിമലയിൽ പോകണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്കൊന്ന് ശബരിമലയിൽ പോകണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടല്ലോ. എന്താ ചെയ്യുക ഇപ്പോൾ, എനിക്ക് ഒന്ന് പോകണമെന്നുണ്ടല്ലോ. അങ്ങനെ പോകാനൊരു യോഗം ഉണ്ടെങ്കിൽ ഞാൻ പോയിരിക്കും എന്ന് അങ്ങനെ മനസ്സിൽ വിചാരിച്ചു. അരമണിക്കൂർ അത് അങ്ങനെ വിചാരിച്ച അരമണിക്കൂറിന് ഉള്ളിൽ എനിക്കൊരു വിളി വന്നു കേട്ടോ. മോള് വിളിച്ചു, "മമ്മി, ഇങ്ങനെ മോനെ കൊണ്ട് ശബരിമലയിലേക്ക് പോകണം, നമുക്ക് വ്രതം എടുക്കണം മമ്മി" എന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. ഞാനിങ്ങനെ പോകണമെന്ന് വിചാരിക്കലും അരമണിക്കൂറിനുള്ളിൽ വിളി വരവും എനിക്കത് ഭയങ്കര സന്തോഷമായി. അപ്പോൾ മരുമോനും കൊച്ചുമോനും അവരുടെ അച്ഛനും എല്ലാവരും കൂടി പോകാനുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ എല്ലാവരും വ്രതം എടുക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് സന്തോഷമായി. അപ്പോൾ ഞാനും ഇവിടെ വ്രതം എടുക്കാൻ തുടങ്ങി. അപ്പം ഞങ്ങൾ വ്രതം എടുത്ത് പോണേന് 2 ദിവസം മുമ്പ് അവർ വന്നു. അവർ വന്ന് അന്ന് തന്നെ വൈകിട്ട് അമ്പലത്തിൽ പോയി മാലയിട്ട് പിറ്റേ ദിവസം രാവിലെ തന്നെ ഞങ്ങൾ ടാക്സി വിളിച്ച് ശബരിമലയിൽ പോയി ദർശനം നടത്തി വന്നു. വല്ലാത്തൊരു അനുഭവം തന്നെയായിരുന്നു. വലിയ സന്തോഷമായി കേട്ടോ. അങ്ങനെ കൊച്ചുമോൻ്റെ കൂടെ ഒന്ന് ശബരിമലയിലും പോയി വന്നു. അങ്ങനെ ഒരു ആഗ്രഹം സാധിച്ചു എനിക്ക്. വളരെ സന്തോഷമായി. ഇനി ഇങ്ങനെ പോകാൻ പറ്റുമോ ഇല്ലെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പം നമ്മൾ ഇപ്പോൾ എങ്ങനെ വിചാരിച്ചാലും നമ്മൾ മനസ്സ് തുറന്ന് എന്ത് വിചാരിച്ചാലും നമുക്ക് സാധിക്കൂലേ. തൂണിലും തുരുമ്പിലൊക്കെ ദൈവം ഉണ്ടെന്നല്ലേ പറയുന്നത്. അപ്പോൾ എപ്പം നമ്മൾ ദൈവത്തിനെ വിചാരിച്ചാലും അതൊക്കെ നടക്കുമെന്ന് നമ്മൾ വിചാരിക്കുക. അങ്ങനെ അരിയും തേങ്ങാപ്പാലൊഴിച്ച് പാകമായപ്പോൾ ഞാൻ ആ ശർക്കര ഉരുക്കി വെച്ചിരുന്നത് ഒഴിച്ചു കൊടുത്തിരുന്നു കേട്ടോ. അപ്പോൾ ശർക്കര ഉരുക്കിയത് ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചു കേട്ടോ. ഏതാണ്ട് നല്ലപോലെ ഒരുവിധം പാകമായി വന്നു. വെള്ളമൊക്കെ വറ്റി പാകാവാൻ തുടങ്ങിയിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റിയിട്ടോ നല്ലപോലെ പാകമായി വന്നു. അപ്പോൾ അതിലേക്ക് കുറച്ച് കിസ്മിസും കാജും ബദാമൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതും കൂടി ചേർത്ത് കൊടുത്തു കേട്ടോ. അങ്ങനെ നമ്മുടെ പൊങ്കൽ റെഡിയായി. നമ്മുടെ വിശേഷങ്ങൾക്കെല്ലാം നമ്മൾ ആഘോഷിക്കണ്ടേ. അപ്പോൾ അങ്ങനെ പൊങ്കലും റെഡിയായി. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാവണം കേട്ടോ. ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. Thank you for watching.